നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനത് കണ്ടോ? ഭഗവാനെ കൃഷ്ണ, ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ എൻ്റെ മോൾ അനുഭവിച്ചു. ഞാൻ അവളെ കണ്ടെത്തിയെങ്കിലും ഇപ്പോഴും അവളെ സുരക്ഷിതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മോൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരിൽ നിന്നൊക്കെ അവളെ രക്ഷിക്കാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. ഒരിരുട്ടും അവളെ പൊതിയാതിരിക്കട്ടെ, ഒരു കളങ്കവും അവളുടെ മേൽ വീഴാതിരിക്കട്ടെ. എന്റെ മോളെ രക്ഷിക്കണേ കൃഷ്ണ. എങ്ങോട്ടാടി? ഇങ്ങോട്ട് വരും. ഭഗവാനെ, ഇത്രയും കാലം ഞാൻ മനസ്സൊരുങ്ങി അങ്ങേ പ്രാർത്ഥിച്ചതിന് എന്തെങ്കിലും ബലം ഉണ്ടെങ്കിൽ അതിപ്പോ എനിക്ക് കാണിച്ചു തരണം. സത്യം തെളിയിക്കാൻ എനിക്ക് വേറൊരു മാർഗവും ഇല്ല. എന്റെ അച്ഛന്റെ മുമ്പിലേക്ക് ഒരു കള്ളിയായിട്ട് ഞാൻ തിരിച്ചു പോവില്ല. അതിനേക്കാൾ നല്ലത് അങ്ങയുടെ തിരുനടയില് തലയിടിച്ചു മരിക്കുന്നതാ. ഞാൻ അങ്ങയുടെ മുന്നിൽ അവസാനിക്കാൻ പോവാ. എന്നെ നീ കൊണ്ട് തീരാൻ പോവാ. പറഞ്ഞ നാടകം കളിച്ച് രക്ഷപ്പെടാൻ നോക്ക. ഗൗതം പിടിച്ച് പുറത്തേക്ക് ഇറടെ അവളെ. വരുൺ, നിനക്കെന്താ ഇതിലെ കാര്യം? ഇവളെ നിന്റെ ആരാ? അല്ല, ഇവളെ രക്ഷിക്കാൻ നീ എന്തിനാ ശ്രമിക്കുന്നേ? ഒരാളെ കുറ്റവാളി എന്ന് വിധി എഴുതുമ്പോ അതിന് തെളിവ് വേണ്ട ഏട്ടത്തി. രാധികയാണ് കണ്ണന്റെ വിഗ്രഹം എടുത്തതെന്നുള്ളതിന് എന്ത് തെളിവാ ഏട്ടത്തിയുടെ കയ്യിലുള്ളത്? ഇവളുടെ ബാഗിൽ നിന്ന് വിഗ്രഹം കണ്ടെടുത്തത് പോരെ? വരുൺ, നിനക്ക് വേറെന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലേ അത് ഇവിടെയല്ല നടത്തേണ്ടത്. നിർത്തുന്നുണ്ടോ?
ദേ, പൂജാമുറിയിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം മോഷ്ടിച്ചതിനുള്ള തെളിവുണ്ട്. ആദ്യം ആ തെളിവ് എല്ലാവർക്കും കാണാം. എന്നിട്ട് മതി രാധിയെ കുറ്റം ചാർത്തുന്നത്. എന്ത് തെളിവ്? വരുൺ വെറുതെ ഭ്രാന്ത് പറയരുത്. മിണ്ടരുത് നീ. എടീ, നിന്റെ കൂടപ്പുറപ്പിനെ നിനക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. നോക്ക്, അച്ഛനത് കണ്ടോ? എന്താ ഈ വീഡിയോയിൽ കണ്ട നിങ്ങളല്ലെന്ന് പറയാൻ ഉദ്ദേശമുണ്ടോ? എന്താ ചെറിയമേ, രാധികയാണ് ആമാടപ്പെട്ടിയിൽ നിന്നും വിഗ്രഹം എടുത്തതെങ്കിൽ അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും. ഉർവശി ചോദിച്ചാ കേട്ടില്ലേ? പറയ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും എന്തായിരുന്നു നിന്റെ അഭിനയം? പരമേശ്വര, ഇത് ഈ കുടുംബത്തിന് സഹിക്കാൻ പറ്റിയ കാര്യമല്ല. ഒരു പാവം പെൺകുട്ടിയെ ചതിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ഇവരിതൊക്കെ ചെയ്യുന്നത്. ഈ രണ്ടെണ്ണത്തിനെയും ഇനി കണിമംഗലത്തെ കാണാൻ പാടില്ല. പുറത്താക്കേണ്ടത് ഇവരെ. എന്തൊക്കെയായി കാണുന്ന? വെറുതെ എന്റെ ചേച്ചി കുറ്റപ്പെടുത്താൻ വേണ്ടി. നിർത്തടി. നീ ഉണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ കൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.